ലക്ഷപ്രഭുവായ വിജയകുമാറിന്റെ മരണം, വിജയകുമാറിന്റെ മാത്രമല്ല വിജയകുമാറിന്റെ ഭാര്യയുടെ മരണവും എല്ലാവരും ഞെട്ടലോടുകൂടി തന്നെയാണ് കേട്ടത്. അമിത് ഒറാങ് പറയുന്ന ഓരോ കാര്യങ്ങളും തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. തന്റെ വ്യക്തിപരമായ വൈരാഗ്യത്തെ തുടർന്ന് ഈ വിജയകുമാറിനെ കൊല്ലാൻ തന്നെയാണ് താൻ എത്തിയത് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ് പോലീസ്. പക്ഷേ പലതരത്തിലുള്ള ദുരൂഹതകളുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളിയായ ഇയാൾ കഴിഞ്ഞ 5.5 മാസം മുൻപാണ് പോലീസ് പിടിയിലാവുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുത്തു. അതുവഴി 4 അക്കൗണ്ടിൽ നിന്നും 2,78,000 രൂപ അധികം ഇയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതടക്കമുള്ള സാമ്പത്തിക തട്ടിപ്പിനും അതുപോലെ തന്നെ മോഷണ ശ്രമത്തിനും ഒക്കെ കേസ് ചാർത്തിക്കൊണ്ടാണ് 5.5 മാസം ഇയാൾ ജയിലിൽ കിടന്നത്. പൊടുന്നനെ തന്നെ കോട്ടയത്ത് നിന്നുള്ള 2 യുവതികൾ ഇയാളെ ജാമ്യത്തിൽ ഇറക്കുന്നുമുണ്ട്. ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും യുവതികൾ ഇറങ്ങിയത് എന്തിനു വേണ്ടി? ആരാണ് ആ യുവതി? മാത്രമല്ല മരണശേഷവും ഡോക്ടർ മീരയുടെയും അതുപോലെ തന്നെ വിജയകുമാറിന്റെയും മൊബൈൽ ഫോണുകൾ ഇയാൾ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ DVR ലഭിച്ച തോട്ടിന്റെ അരികിലുള്ള മറ്റൊരു തോട്ടിൽ നിന്നും ഒരു ഫോൺ മാത്രമാണ് ഇപ്പോഴും കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ വിജയകുമാറിന്റെ ഫോൺ അവിടെ നിന്ന് മാറ്റണമെന്ന് ആർക്കെങ്കിലും പിടിവാശി ഉണ്ടായിരുന്നു? ഈ കൊലപാതകം നടന്നത് ഫോൺ മോഷ്ടിക്കണം എന്ന കൊട്ടേഷന്റെ ഭാഗമായിട്ടാണോ എന്ന സംശയവുമുണ്ട്. CBIയും പോലീസും ഈ ഒരു കേസിന് വിജയകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു കേസിന് വിജയകുമാറിന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബന്ധമില്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. എന്നാൽ പലതരത്തിലുള്ള ദുരൂഹതകൾ ഇനിയുമുണ്ട്. ഇതൊരു കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ അമിത് ഒറാങ് എന്ന് പറയുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളിയുടെ വ്യക്തിപരമായ വൈരാഗ്യമല്ല എന്നുണ്ടെങ്കിൽ, അതുക്കും മേലെ ഏതെങ്കിലും ഒരു കറുത്ത കരങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ശ്രീവത്സത്തിൽ കൊലപാതകങ്ങൾ നടക്കാനുള്ള സാധ്യത ഏറെയാണ്. പോലീസിന് അതൊന്നും തന്നെ തള്ളിക്കളയാനും സാധ്യതയില്ല. എന്തായാലും തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി അമിത് ഒറാങ്ങിന് പിന്നിൽ വമ്പൻ സംഘം ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ്. അന്വേഷണത്തിൽ കേസിലെ പ്രധാന തെളിവായ ഹാർഡ് ഡിസ്ക് വീടിന്റെ പരിസരത്തെ തോട്ടിൽ നിന്നും കണ്ടെത്തി. പ്രതി ഉപേക്ഷിച്ച 2 മൊബൈൽ ഫോണുകളിൽ ഒന്നുകൂടി കണ്ടെത്താനുണ്ട്. പ്രതിയുടെ മൊഴി പ്രകാരം അമിത് കോട്ടയത്ത് നിന്നും ഓട്ടോയിൽ കയറി തിരുവാതുക്കൽ എത്തി. ഇവിടെ നിന്നും 150 മീറ്റർ ദൂരം മാത്രമാണ് കൊലപാതകം നടന്ന വീട്ടിലേക്ക് ഉള്ളത്. ഇവിടേക്ക് നടന്നെത്തി കൊലപാതകം നടത്തിയ ശേഷം തിരിച്ച് കോട്ടയത്തേക്കും നടന്നാണ് പ്രതി പോയത്. കോട്ടയത്ത് ഇയാൾ താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് നടന്നതിനിടെയാണ് പ്രതി കയ്യിലുണ്ടായിരുന്ന 2 മൊബൈൽ ഫോണുകൾ തോട്ടിൽ ഉപേക്ഷിച്ചത്. പ്രതിയുടെ പക്കൽ 10ഓളം ഫോണുകളും 20ഓളം സിം കാർഡുകളും ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഈ 2 ഫോണുകൾ മാത്രം ഉപേക്ഷിച്ചു എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഉപേക്ഷിക്കാൻ തക്കതായ എന്തെങ്കിലും തെളിവുകൾ ഈ ഫോണുകളിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നതാണ് പോലീസിന്റെ സംശയം. ഇതിലിനി ഒരെണ്ണം കണ്ടെത്താനുണ്ട്. അത് വിജയകുമാറിന്റെ ഫോണെന്നാണ് ആദ്യത്തെ നിഗമനം. ഇവിടെയാണ് ബാഹ്യ ഇടപെടലുകൾ സംശയിക്കുന്നത്. കൊലപാതകം നടത്തിയ ശേഷം തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് തൃശൂരിലുള്ള സഹോദരന്റെ അടുത്തേക്കാണ് പ്രതി ആദ്യം പോയത്. ഇവിടെ നിന്നാണ് പോലീസ് അമിത്തിനെ പിടികൂടിയതും. കൊലപാതകം നടന്ന വീടിന്റെ 300 മീറ്റർ അകലെയുള്ള തോട്ടിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയതും. മൊബൈലും ഇവിടെ തന്നെ ഉപേക്ഷിച്ചതായാണ് പ്രതിയുടെ മൊഴി. പക്ഷേ ഈ ഫോണുകൾ മാത്രം പോലീസിന് കിട്ടിയതുമില്ല. കോട്ടയം ഇരട്ട കൊലപാതക കേസിലെ പ്രതി അമിത്തിനെ റിമാൻഡ് ചെയ്യും. കോട്ടയം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്യുന്നത്. അസം സ്വദേശിയായ അമിത്തിനെ തൃശൂർ മാളയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ തെളിവായി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. തിങ്കളാഴ്ചയാണ് വിജയകുമാറിനെയും ഭാര്യ മീരയെയും ചോര വാർന്ന് മരിച്ച നിലയിൽ വീട്ടുജോലിക്കാരി കണ്ടെത്തിയത്. ഇരുവരുടെയും മുഖത്തും തലയിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വസ്ത്രങ്ങളില്ലാത്ത നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കിടന്നിരുന്നത്. പ്രതി മനഃപൂർവ്വം ഇവരെ വിവസ്ത്രരാക്കുകയായിരുന്നു എന്നാണ് സംശയിക്കുന്നത്. അമ്മിക്കല്ലും കോടാലിയും ഉപയോഗിച്ച് ഇവരുടെ മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു. അമിത് ഒറാങ് വിജയകുമാറിന്റെ വീട്ടിലും ഓഡിറ്റോറിയത്തിലും 3 വർഷമായി ജോലി ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ ആ ഒരു വിശദീകരണം ഒന്ന് കേൾക്കാം. കേസുകളിൽ ആളുകളെ ജാമ്യത്തിലെടുക്കുന്ന ഒരു ഇതുണ്ടോ, അതോ ഈ ഇത്തരം ഒരു വിഷയം മാത്രമാണ്, ഈ അമിത്തിന്റെ വിഷയത്തിൽ മാത്രമാണ്? അമിത്തിന്റെ വിഷയം മാത്രമാണ് നമുക്കിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. കൂടുതൽ അന്വേഷിക്കേണ്ടതായി. അമിത് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അമിത് ജാമ്യത്തിൽ ഇറങ്ങി പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. 2-3 ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അയാള് ഇടുക്കി ജില്ലയിലെ മറ്റെവിടെയോ പോയിട്ട് ഒരു ഹോട്ടലിൽ ജോലിയായിട്ട് പോയി. സാർ, ഈ അമിത്തിന്റെ ജാമ്യ വ്യവസ്ഥ എന്തായിരുന്നോ? അത് കോട്ടയം ജില്ലയിൽ പ്രവേശിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അപ്പോഴേക്കും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 5.5 മാസത്തോളം റിമാൻഡിൽ കിടന്നതിനിടയിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. അമിത് ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുൻപേ നമ്മൾ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുണ്ട്.
വേറെ ജാമ്യവ്യവസ്ഥകളൊന്നും ഉണ്ടായിരുന്നു. ുള്ള ഇടപെടൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റാരെങ്കിലും ഈ അമിത്തിനെ ഉപയോഗിച്ചതായിട്ട് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സംശയം നമുക്കുണ്ടോ? അതോ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വിജയകുമാർ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സമീപിച്ചിരുന്നു. അത് മാത്രമല്ല, മകൻ മരിച്ച സമയത്തുള്ള പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ സമയത്തോ ഒന്നും തന്നെ വിജയകുമാറിന് ശത്രുതയുള്ള ഒരു വ്യക്തിയെ കുറിച്ചും യാതൊരുവിധ അറിവും പോലീസിന് ലഭ്യമായിരുന്നില്ല. അത് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നമ്മൾ ചാർജ് സമർപ്പിച്ചത്. അശോക് രേഖാമത്തിന് കേസ് ഫയൽ ചെയ്ത് ചാർജ് സമർപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷവും കഴിഞ്ഞ മാസം കൂടി വിജയകുമാർ എന്നെ വന്ന് കണ്ടിരുന്നു. CBIക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ CB ഫയൽ എത്രയും വേഗം കൈമാറണമെന്ന് അന്വേഷിക്കാനാണ് വിജയകുമാർ വന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം തന്നെ നമ്മൾ CBIക്ക് CD ഫയൽ കൈമാറും. അപ്പോഴൊന്നും വേറൊരു ശത്രുതയെ പറ്റിയിട്ടോ അങ്ങനെ വൈരാഗ്യത്തെ പറ്റിയിട്ടോ ഒന്നും തന്നെ വിജയകുമാർ പറഞ്ഞിട്ടില്ല. ഈ കേസിനും പഴയ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ ബന്ധങ്ങളും കേസ് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഇവരെ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരും കൂടി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കേസിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ വിജയകുമാറിന്റെ ലോഡ്ജിൽ വന്ന് ഇവര് കപ്പിളായിട്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ താമസിച്ചു. അവർ കട്ടപ്പനയിൽ നിന്ന് കോട്ടയത്ത് വന്നിട്ട് ബാംഗ്ലൂർക്കുള്ള യാത്രാമധ്യയായിരുന്നു. ബാംഗ്ലൂർക്കുള്ള ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ലോഡ്ജിൽ താമസിച്ചത്. അപ്പോ ലോഡ്ജിൽ ഇവര് രണ്ടുപേര് താമസിക്കുന്നത് കണ്ട് വിജയകുമാർ അങ്ങോട്ട് ജോലി ഓഫർ ചെയ്താണ് അതൊരു വെരിഫിക്കേഷനും നടത്തിയിരുന്നു. 22-ാം തീയതി ഉച്ചയ്ക്ക് മുതൽ നമ്മൾ പരമാവധി സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. ആ സൂചനകൾ ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്തു. അതിന്റെ പിന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ്. അവർ 22-നും 23-നും ഇടയിലുള്ള രാത്രി ഉറക്കമിളച്ചിരുന്ന് തന്നെയാണ് ഇതിന്റെ ടെക്നിക്കൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തത്. അതുപോലെ ഒരു ടീം 2 ടീമായിട്ട് ഒരു ഡിവൈഡ് ചെയ്ത് പോയിരുന്നു. ആദ്യം പെരുമ്പാവൂർക്ക് ഒരു ടീം പോയി, അവരുടെ പുറകെ തന്നെ അടുത്ത ടീം പോയി. അപ്പോൾ അവിടെ നിന്നുള്ള മൂവ്മെന്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് ആ രാത്രിയിലുള്ള കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് രാവിലെ തന്നെ പിടിക്കാൻ കഴിയും. നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകമായിരുന്നു. ആദ്യ നിഗമനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത്. പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കുറ്റസമ്മത മൊഴി, അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിവെക്കുന്ന രീതിയിലുള്ളതാണ്. ഈ തെളിവിന്റെ ശൃംഖല നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുവഴി കൃത്യമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി ഉടനെ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. നല്ല കൺവിക്ഷൻ വാങ്ങിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത്. മർഡറാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ബാക്കി സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ചെയ്യും. തെളിവ് നശിപ്പിക്കൽ പോലെയുള്ള സെക്ഷൻസ് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ഇത്തവണ അയാൾക്ക് ശത്രുത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വസ്തുവകകളൊന്നും വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടില്ല. വിജയകുമാർ ഒരു അടിമയോടെന്ന പോലെയാണ് പെരുമാറിയിരുന്നത്. പലതവണ ശമ്പളം ചോദിച്ചിട്ടും തരാതിരുന്നതോടെയാണ് മൊബൈൽ മോഷ്ടിച്ചത്. വിജയകുമാറിന്റെ ഫോണിൽ ഉണ്ടായിരുന്ന സിം കാർഡ് സ്വന്തം മൊബൈലിലേക്ക് മാറ്റി. ഗൂഗിൾ പേ മൊബൈൽ ഇൻസ്റ്റഗ്രാം ചെയ്തു. നമ്പർ ലിങ്ക് ചെയ്യുന്ന വിധത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി 2,78,000 രൂപ മാറ്റി. ഭാര്യ പറഞ്ഞതോടെ ഇത് തിരികെ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് കേസായതിനാൽ പണം തിരികെ ട്രാൻസ്ഫർ ചെയ്യാനാകില്ല എന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം പണം തിരികെ നൽകാമെന്നും കേസ് പിൻവലിക്കണമെന്നും വിജയകുമാറിനോട് ഫോണിലൂടെ ആവശ്യപ്പെട്ടു. വിജയകുമാർ ആവശ്യം നിഷേധിച്ചതോടുകൂടിയാണ് കൊല ചെയ്യാൻ തീരുമാനിച്ചത്. ആദ്യം വിളക്കെടുത്ത് തലക്കടിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇത് നടക്കില്ല എന്ന് കണ്ടതോടുകൂടി വീടിനുള്ളിൽ നിന്ന് തന്നെ കോടാലിയെടുത്തു. അമിത് ഒറാങ് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളാണിത്. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് താൻ വിവാഹം കഴിച്ചത് എന്നും ഗർഭകാലത്ത് ഭാര്യയെ പരിചരിക്കാൻ കഴിയാതെ വന്നതാണ് പ്രതികാരത്തിന് കാരണമെന്നും പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അമിതിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സൗകര്യമുണ്ടാക്കിയത് ജയിലിൽ കൂടെ ഉണ്ടായിരുന്ന കല്ലറ സ്വദേശി ഫൈസൽ ഷാജിയാണ്. ജാമ്യത്തിന് ആളെ നൽകിയതും ഫൈസൽ ഷാജി തന്നെയാണ്. അപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജയിലിനുള്ളിൽ ഫൈസൽ ഷാജിയുമായും ഇവർ തമ്മിൽ ഡിസ്കഷൻ നടത്തിയിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. എങ്ങനെ കൊലപാതകം നടത്താമെന്ന രീതിയിലൊക്കെ തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഫൈസൽ ഷാജിയുടെ ഇടപെടൽ കൂടി ഈ ഒരു കേസിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇവർക്കായുള്ള പണം അമിത്തിന്റെ അമ്മ നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പ്രതി കുമളിയിലെ തട്ടുകടയിൽ ജോലി ചെയ്തു. അവിടെ വെച്ചാണ് വിജയകുമാറിനോട് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സംസാരിച്ചത്. നിഷേധിച്ചതോടുകൂടിയാണ് കൊല്ലാൻ തീരുമാനിച്ചത്. ഹോട്ടലിൽ നിന്ന് 8 മണിയോടെ ഇറങ്ങി. 12 മണിവരെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഇരുന്നു. 12 ഇടങ്ങളിൽ നിന്നും പോലീസ് പ്രതിയുടെ വിരലടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം വീട്ടിലെ CCTV DVR അടക്കം പ്രതി മോഷ്ടിച്ചിരുന്നു. എന്നാൽ നമ്പറുകൾ ഒഴിവാക്കാൻ ഫോൺ ഓൺ ചെയ്താണ് ഇയാൾക്ക് കുരുക്കായത്. വിജയകുമാർ കൊടുത്ത കേസിൽ 5.5 മാസത്തോളം അമിത്
അമിത് ഒറാങ് റിമാൻഡിലായിരുന്നു. അന്ന് കോട്ടയത്തെ 2 സ്ത്രീകളായിരുന്നു ജാമ്യത്തിൽ എത്തിയത്. അറസ്റ്റിന് പിന്നാലെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തിരുന്നു. ഈ 2 കോട്ടയത്ത് നിന്ന് എത്തിയിട്ടുള്ള ഈ 2 സ്ത്രീകളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ ജയിലിനകത്ത് ഇത്തരം ചർച്ചകളൊക്കെ നടന്ന് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ ഉണ്ടടാ നിനക്ക് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഏട്ടന്മാർ ഒരുപാട് തന്നെ കാണും. ആ ഏട്ടന്മാരുടെ കളി ഇതിൽ എത്രത്തോളം നടന്നിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള കൊട്ടേഷൻ ആണോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോൾ ഇയാൾ പറയുന്ന കാര്യത്തിൽ തന്നെ പറഞ്ഞ് നിർത്തുകയാണ്. CBIയും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഒരു കേസിന് ഗൗതമിന്റെ മരണവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നാണ്. US-ൽ നിന്നും മകൾ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മൃതദേഹം സംസ്കരിക്കും, തുടർന്ന് നടപടികളൊക്കെ തന്നെ സ്വീകരിക്കും. മകൾ എന്താണ്, മകൾക്ക് മറ്റെന്തെങ്കിലും സംശയമുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. മകൾ മാധ്യമങ്ങൾ മുന്നിൽ പ്രതികരിക്കുമോ എന്നറിയില്ല. മാത്രമല്ല മറ്റൊരു ചില വിദഗ്ധർ പറയുന്നത് ഇങ്ങനെ ഈ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ വ്യക്തിപരമായ പക അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടെങ്കിൽ വരും വർഷത്തിൽ ഇനിയും കൊലപാതകങ്ങൾ നടക്കാൻ, ആ വീട്ടിൽ കൊലപാതകങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇനി അവശേഷിക്കുന്ന ആ 4 അംഗ കുടുംബത്തിൽ ഇനി അവശേഷിക്കുന്ന മകളെ കൂടി വകവരുത്താൻ ആളുകൾ മടി കാണിക്കുകയില്ല എന്നുള്ള സംശയം കൂടി പറഞ്ഞു വെക്കുകയാണ്.